കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. സ്നേഹമുള്ളവരെ, കാലിത്തൊഴുത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ഒരു ദൈവം പിറന്നെങ്കിൽ അത് ഈശോ മാത്രമാണ്. ക്രിസ്തുമസ് ഈശോ ദരിദ്രനായതിൻ്റെ തിരുനാളാണ്. ദൈവം തൻ്റെ മഹിമ വിട്ട് ദരിദ്രനാകാൻ തീരുമാനിച്ചു. മനുഷ്യൻ്റെ എല്ലാ ഇല്ലായ്മകളെയും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയാൻ അവിടുന്ന് തിരുമനസ്സായി. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഈശോ ദരിദ്രനായി കാലിത്തൊഴുത്തിൽ അവതരിച്ചതും അതിദരിദ്രനായി കുരിശിൽ മരിച്ചതും നമുക്ക് നിത്യജീവൻ ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ക്രിസ്തുമസ് ഒരു വിളിയാണ്, ദരിദ്രനാകാനുള്ള ഒരു വിളി. നാം എല്ലാവരും നമ്മുടെ കഴിവുകളാലും സമയത്താലും മറ്റ് ഗുണഗണങ്ങളാലും സമ്പന്നരാണ്. നമുക്ക് എങ്ങനെ ഈശോയെപ്പോലെ ദരിദ്രരാകാം? നമ്മുടെ കഴിവുകളും സമയവും മറ്റും നമ്മുടെ സഹോദരങ്ങൾക്ക് ഫലപ്രദമായി ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഈശോയെപ്പോലെ ദരിദ്രനാകാൻ സാധിക്കും. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈ ക്രിസ്തുമസിന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാനും ദരിദ്രനാകും. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ സമ്പന്നനാക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.